ഹായ് ഗൈസ്, ഞാൻ ദാ രാവിലെ തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്പലം വരെ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ആമ്പലുമോളും നമ്പുമോനും മേട്ടായി അമ്മ എല്ലാവരും ഉണ്ട്. അപ്പോൾ കാലാവസ്ഥ ഭയങ്കര മോശമായി. ഇപ്പോൾ എല്ലാ സ്ഥലത്തേക്കും മഴയൊക്കെ ആണല്ലോ. അപ്പോൾ നല്ല മഴയുണ്ട്. എന്നാലും കുറേ ദിവസമായി അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റിയിരുന്നില്ല, ജോലി തിരക്കൊക്കെ കാരണം. അപ്പോൾ ഇന്ന് ഏട്ടയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പോൾ അമ്പലത്തിൽ വന്നപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. അവന് ഫസ്റ്റ് ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോൾ എനിക്ക് ഭയങ്കര വൈബടിച്ചു. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പന്നിക്കോട്ട് ശ്രീ മഹാദേവ ക്ഷേത്രം കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു വലിയൊരു അരയാൽ നിൽക്കുന്നുണ്ട്. അതിനെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൽ ഇങ്ങനെ തൂങ്ങിയൊക്കെ കിടക്കണം കാണാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ വേഗം തൊഴുതിറങ്ങി. തൊഴുതിറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു. പിന്നെ നമുക്ക് വണ്ടി ഉണ്ടോടത്തേക്ക് കുറച്ച് നടക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നനഞ്ഞ് കുളിച്ചായിട്ട് വന്നത്. അപ്പോൾ ആ സമയത്ത് അമ്മ പറഞ്ഞത്, അമ്മ ഇതിക്ക് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ ശിവൻ്റെ രൂപം ഉണ്ടായിരുന്നു, നമുക്കത് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും ഞങ്ങൾ നനഞ്ഞു. അപ്പോൾ ആ നനഞ്ഞ പാടെ തന്നെ ഞങ്ങൾ അങ്ങ് കാണാൻ വേണ്ടി പോകാം കേട്ടോ. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ രൂപം അവിടെ ഉണ്ടായിരുന്നില്ല. അതിനെന്തോ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുള്ളതുകൊണ്ട് അത് കൊണ്ടുപോയേക്കായിരുന്നു. അപ്പോൾ അവിടുത്തെ തിരുമേനി പറഞ്ഞു അതിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊണ്ടുപോയിക്കുള്ളൂ, ഇപ്പോൾ അവിടെ ഇല്ലയെന്ന്. അങ്ങനെ ഞങ്ങൾ നനഞ്ഞത് ആ വണ്ടിയിൽ വന്ന് കയറി. സത്യം പറഞ്ഞാൽ ഈ മഴ ദിവസങ്ങളിൽ എനിക്ക് പുറത്ത് പോകുന്നതേ ഇഷ്ടമല്ല. പിന്നെ ഇത് കുറേ നാളായിട്ട് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഏട്ടയ്ക്കാണ് ഈ ജോലി തിരക്ക്. ഞായറാഴ്ച വരെ ജോലി ഉണ്ടാവും മിക്കപ്പോഴും. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് ലീവ് ഉണ്ടായതുകൊണ്ട് പോകാമെന്ന് വെച്ചത് കേട്ടോ. മഴയാണെങ്കിലും ഇത്രയും നാളും വെയിലും ചൂടൊക്കെ ആയിരുന്നപ്പോൾ ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നാമായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ നിർത്താതെ പെയ്യുന്ന നേരത്ത് തോന്നും ഇതിനും ഭേദം വെയിലാണെന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന പാടെ നമുക്കടുത്ത് തിരുമേനി പാൽപ്പായസം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം പകർത്തി എല്ലാവരും കൂടെ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്നുള്ള പാൽപ്പായസം ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അമരമോള് പറയുന്നുണ്ട് നല്ലതാണ്, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് നമുക്ക് പിന്നെ പുറത്തേക്ക് പോകണം, നമുക്ക് കുറച്ച് സാധനം മേടിക്കണ്ടേ. അപ്പോൾ ആദ്യം പലചരക്ക് സാധനം മേടിക്കാനായിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ അങ്ങനെ സാധനമൊക്കെ മേടിച്ച് വന്നപ്പോൾ അവിടെ കുറേ പ്രാവുകൾ മഴയത്ത് കുത്തി പറിക്കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ മേടിക്കാൻ പോകണമായിരുന്നു. ഞാനും ഹസ്ബൻഡും കൂടി ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്തിൻ്റെ അടുത്ത് റെൻറ്റിനൊരു വീട് എടുത്തായിട്ട് താമസിക്കുന്നത്. ആൾക്കാരുടെ സ്വന്തം വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോയി വരാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. പിന്നെയാണെങ്കിൽ ഓവർ ടൈമൊക്കെ ഉണ്ടാകുമ്പോൾ രാത്രി വരാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ നമ്മളൊരു വീടെടുത്ത് താമസിക്കട്ടെ. അപ്പോൾ നമ്മളവിടെ മാറിയ സമയത്ത് കുറച്ച് പാത്രങ്ങൾ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കിറ്റെക്സിൻ്റെ അന്ന അലുമിനിയം കമ്പനി ഷോറൂമിലായിരുന്നു. അവിടെ ഈ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, കിറ്റെക്സിൻ്റെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. പാത്രങ്ങളും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാധനങ്ങൾ, വേറെ ഡ്രസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കുക്കർ വേണമായിരുന്നു കേട്ടോ. കുക്കറാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടിയിരുന്നത്. അപ്പോൾ അമ്മ നോക്കുന്നുണ്ട് ഏതാ മേടിക്കേണ്ടതെന്നുള്ളതിൽ അമ്മ അതൊക്കെ നോക്കുന്നുണ്ട്. ബാഗുകളുടെ സെക്ഷൻ കണ്ടപ്പോൾ പിള്ളേർക്ക് ബാഗ് കിട്ടിയേ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും ആവട്ടെ മേടിക്കാമെന്ന് വെച്ച് നോക്കി. അപ്പോൾ ആമ്പലമോളാണെങ്കിൽ 1ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ആൾ ചിടുങ്ങാട്ട് ഇത്തിരി ഉള്ളൂ. അപ്പോൾ അവളുടെ ഭാഗത്തിനുള്ള ബാഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ബാഗ് കിട്ടിയിട്ട് ഡോറയുടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അതിൻ്റെ കളറും അതുമത്തെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് ആമ്പലിന് എടുത്ത് വെച്ചു. പിന്നെ അമ്പൂനാണെങ്കിൽ സ്പൈഡർമാൻ്റെ മതി പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതും കൂടെ നോക്കി എടുത്ത് വെച്ചു. പിന്നെ മേടിച്ചത് ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. അത് ഏതാണെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റോ അല്ലെങ്കിൽ വേറൊരു വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ സമയത്ത് ഏട്ടായി മുണ്ടുകൾ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മുണ്ടും മേടിച്ച് പിന്നെ കുറച്ച് നേരം കൊണ്ട് നമ്മുടെ എല്ലാ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് മീൻ മേടിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടായി ആണെങ്കിൽ മീൻ ഓർഡർ കൊടുത്തിട്ട് അത് ക്ലീൻ ചെയ്ത് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ മീൻ കടയുടെ മുന്നിൽ പൂച്ചിരിക്കുന്ന പോലെ ഒന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ 2 പൂച്ചകൾ അതിൻ്റെ ഫ്രണ്ടിൽ നോക്കി ഇങ്ങനെ കണ്ടിട്ടൊരു ബ്ലാക്ക് പൂച്ചുണ്ടായിരുന്നു, ഒരു വൈറ്റ് പൂച്ചുണ്ടായിരുന്നു. രണ്ടും കൂടെ മീൻ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന സമയത്ത് നമ്മൾ പൊറോട്ട മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ രാവിലെ വീട്ടിൽ കടലക്കറി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊറോട്ട മാത്രം മേടിച്ചിട്ട് വന്നിട്ട് അതും കൂടെ കഴിച്ചു. അപ്പോൾ നമ്മൾ പോയിട്ട് എന്തൊക്കെ പാത്രങ്ങളാണ് മേടിച്ചത്, പിന്നെ കുട്ടികൾക്ക് ഏതൊക്കെ ബാഗാണ് സെലക്ട് ചെയ്തതെന്നുള്ളതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ആ വീഡിയോയും കൂടി എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.